നമസ്കാരം. പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം. ബാംഗ്ലൂർ യശ്വന്തപുരം കണ്ണൂർ ട്രെയിൻ കോഴിക്കോടേക്ക് അതിൻ്റെ എക്സ്റ്റൻഷന് വേണ്ടി ശ്രമിക്കുകയായിരുന്നു. എക്സ്റ്റൻഷനായിക്കൊണ്ട് ഓർഡർ വന്നു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഓർഡറിൻ്റെ കോപ്പി ഇതാണ്. അതിൽ പറയുന്നത് 16511 ബാംഗ്ലൂർ കോഴിക്കോട് എക്സ്പ്രസ് എന്നാണ് എൻ്റെ പേര്. ഇപ്പം അത് രാത്രി 11:35 ബാംഗ്ലൂരിൽ നിന്ന് ആരംഭിച്ചാൽ പുറപ്പെട്ടാൽ പിറ്റേ ദിവസം 12:40 കോഴിക്കോട് എത്തുന്നു. കണ്ണൂർ അത് രാവിലെ 6:35 രാവിലെ 6:35 അല്ല 10:55 കണ്ണൂർ എത്തുന്നു. 11 മണിക്ക് 12:40 കോഴിക്കോട് എത്തുന്നു. 10:55 കണ്ണൂർ തൊട്ട് 12:40 കോഴിക്കോട് എത്തുന്നു. അപ്പോൾ നമ്മുടെ വളരെ കാലത്തൊരു ആവശ്യമാണത്. പ്രത്യേകിച്ച് ഈ ബാംഗ്ലൂരിലെ യാത്രക്കാരുടെ പ്രയാസം, യാത്രക്കാരുടെ അതുപോലെ ചെറുകിട കച്ചവടക്കാരുടെ വിദ്യാർത്ഥികളുടെ എല്ലാം പ്രയാസം കണ്ടുകൊണ്ടാണ് 2 വർഷം മുമ്പേ ഹുബ്ലിയിൽ പോയിട്ടാണ് ആദ്യം സൗത്ത് വെസ്റ്റിൻ്റെ GM-നെ കണ്ടത്. അദ്ദേഹമാണ് അതിനെ കുറേ സഹായിച്ചിട്ടുള്ള ആളുകൾ. അവർ റെക്കമെൻഡ് ചെയ്താണ് ബോർഡിലേക്ക് അയച്ചത്. അതിനുശേഷം ചെന്നൈയിൽ GM-മായി മീറ്റിംഗ് നടത്തി. ചെന്നൈ സദൺ റെയിൽവേ ഹെഡ്ക്വാർട്ടറും റെക്കമെൻഡ് ചെയ്തു. അങ്ങനെയാണ് ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു വേറൊന്നും ഈ അടുത്ത കാലത്ത് 2 മാസം മുമ്പേ ഈ ട്രെയിൻ ഇങ്ങനെ എക്സ്റ്റൻഷൻ കൊടുക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചിലരുടെ സമ്മർദ്ദം മൂലം മംഗലാപുരം MP റെയിൽവേ മിനിസ്റ്റർ കാണുകയുമുണ്ടായി. ആ പത്രങ്ങളിൽ വാർത്ത വന്നതാണ്. കാരണം എക്സ്റ്റൻഷൻ കൊടുക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ഏതായാലും നമ്മൾ വളരെ കാലത്ത് ആവശ്യം ഇവിടെ നിറവേറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് എല്ലാവരുടെയും ഒരു ആവശ്യമായിരുന്നു. അപ്പോൾ ആ സന്തോഷം പങ്കിടാനാണ് നിങ്ങൾ വിളിച്ചത്. രണ്ടാമത്തെ കാര്യം, ഇവിടെ മംഗലാപുരം ഗോവ വന്ദേ ഭാരത് ട്രെയിൻ, ആ ട്രെയിൻ കണ്ണൂരേക്ക് കോഴിക്കോട്ടേക്ക് എക്സ്റ്റൻഷന് വേണ്ടി ഒരു ശ്രമം ആരംഭിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. കാരണം ഇപ്പോൾ മംഗലാപുരം ഗോവ ട്രെയിനെ സംബന്ധിച്ചുള്ള പ്രശ്നം അതിൻ്റെ റവന്യൂ കുറവാണ് എന്നൊരു ഇത് ഉയർന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കോഴിക്കോട്ടേക്ക് നീട്ടുന്നതിനെ സംബന്ധിച്ച് ചർച്ചകൾ നടക്കുകയാണ്. ആ ശ്രമം നടത്തി വരികയാണ്. ഇതാണ് ഈ കാര്യങ്ങൾ അറിയിക്കാനാണ് നിങ്ങൾ വിളിച്ചത്. ഈ സന്തോഷം നിങ്ങളുമായി പങ്കിടുന്നു. മലബാർ മേഖലയിലെ വലിയ ദുഷ്കരമായി തന്നെ തുടരുകയല്ലേ. പരശുരാമലേക്ക് തിരക്കും ട്രെയിനുകളുടെ കോച്ചുകുറവൊക്കെ ആയിട്ട് ഇപ്പോഴൊരു യാത്രാ ബുദ്ധിമുട്ട് അതുപോലെ തുടരുകയല്ലേ. സത്യമാണ്. അതിനുവേണ്ടി ഞാൻ 2 മാസം മുമ്പ് GM-മായി മീറ്റിംഗ് നടത്തിയതാണ്. പക്ഷേ അതിനുവേണ്ടി പരിഹാരം കാണാൻ അവർ തയ്യാറായി നടപടിക്രമം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അഡീഷണൽ ആയിട്ടുള്ള മെമു സർവീസ് കോഴിക്കോട്ടേക്ക് കിട്ടാൻ ശ്രമം നടത്തി വരികയാണ്. കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. അതോടൊപ്പം തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ അഡീഷണൽ ആയിട്ട് കോച്ചസ്, ജനറൽ കോച്ചസ്, അതിൻ്റെ തീരുമാനം ഉണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം. അതുകൊണ്ട് ആവശ്യങ്ങൾ പരിഹരിക്കുമെന്നാണ് എന്നെ അറിയിച്ചിട്ടുള്ളത്. പാലക്കാട് നിന്ന് കോഴിക്കോട്ടിലേക്ക് ഇപ്പോൾ നമുക്ക് 11:50 രാവിലെ വണ്ടി കഴിഞ്ഞാൽ പിന്നെ ഒരു കോയമ്പത്തൂർ കണ്ണൂർ പാസഞ്ചർ ഇന്നൊരു വണ്ടിയില്ല. ആ ഒരു അവസ്ഥ പാലക്കാട് കംപ്ലൈന്റ് ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ ചെയ്യാൻ പറ്റില്ല. അല്ല, ഇതൊക്കെ ഞാൻ 2 മാസം മുമ്പ് നടന്ന മീറ്റിങ്ങിൽ GM-നെ ബോധ്യപ്പെടുത്തി. അവർക്കും ബോധ്യമാണ് സംഭവം. അവരും ഇത് എനിക്ക് തോന്നുന്നു എന്നോട് പറഞ്ഞ മറുപടി ഒന്ന് മെമു സർവീസിനെ കുറിച്ചാണ് അവരും പറഞ്ഞിട്ടുള്ളത്. കാരണം അതിലൊരു പ്രത്യേകത, ഈ 12 മെമു സർവീസ് അനുവദിച്ചതിൽ 11 ട്രിവാൻഡ്രം ഡിവിഷനാണ് പോയിട്ടുള്ളത്. 1 മാത്രമേ കോഴിക്കോടുള്ളൂ. അത് അവർക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. അപ്പോൾ അഡീഷണലായിട്ട് മെമു സർവീസ് ആരംഭിക്കുന്നതിനെ കുറിച്ചാണ് അവരും വളരെ ഗൗരവമായി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലൊരു കാര്യം എന്താ വെച്ചാൽ ഇപ്പം എല്ലാ റെയിൽവേ ഡിവിഷന്റെ കീഴിലും സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റ് അനുവദിക്കുന്നുണ്ട്. പാലക്കാട് ഡിവിഷനിൽ അതിന് സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് പല നമുക്ക് കോഴിക്കോട് സ്ലീപ്പർ ക്ലാസ് കിട്ടില്ല, പാലക്കാടിന് കിട്ടില്ല, മംഗലാപുരം കണ്ണൂർ അതൊന്നും പാലക്കാട് ഡിവിഷന്റെ കീഴിൽ എവിടെയും സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റ് കൊടുക്കുന്നു. അതിപ്പോൾ കഴിഞ്ഞ ആഴ്ച DRM-ന്റെ ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞത് അത് പരിഹരിക്കുമെന്നാണ് എന്നെ അറിയിച്ചിട്ടുള്ളത്. ഈ വിഷയം കരിപ്പൂരിൽ നിന്ന് അമിത വിലയാണ് വിമാന സർവീസിനും ഈടാക്കുന്നത്. അത് കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് അല്ല, അത് ഞാൻ ഇന്നലെ മിനിഞ്ഞാന്നുമായി 2 ബന്ധപ്പെട്ട മന്ത്രിമാർക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കത്തയച്ചിരുന്നു. നാളെ ഹൗസ് ആരംഭിക്കുകയാണ്. മലബാറിലെ എല്ലാ MP-മാരെയും യോജിപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് ഞങ്ങൾ 2 മന്ത്രിമാരെയും കാണും. കാരണം അത് ഒരു സത്യം പറഞ്ഞ ലോജിക്കില്ലാത്ത രീതിയിലാണ്.
ഇവിടെ സൗദി എയർലൈൻസ് ഈ എയർ ഇന്ത്യ എക്സ്പ്രസിനേക്കാൾ 75,000 കുറച്ചാണ് കണ്ണൂരും കൊച്ചിയിലും അവിടെ നിരക്ക് തീരുമാനിച്ചിട്ടുള്ളത്. അതേസമയം എയർ ഇന്ത്യ എക്സ്പ്രസ് പിന്നെ കോഴിക്കോട് 1,64,000 സംതിങ് ആണ് ഇപ്പോൾ ചാർജ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് വീണ്ടും റീടെൻഡർ നടത്തി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ഇന്നലെ നമ്മുടെ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ശ്രീ AP അബ്ദുള്ളക്കുട്ടിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു. ഇത് ആഗോള ടെൻഡർ അല്ല. ഇത് 2 രാജ്യങ്ങളിലെ വിമാന കമ്പനികൾക്ക് മാത്രമുള്ള ഒരു ടെൻഡറാണ്. ഒരിക്കലും ഗ്ലോബൽ ടെൻഡർ അല്ല ഇത്. അത് വീണ്ടും ചെയ്യാവുന്ന കാര്യമുള്ളൂ. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ആളുകളുമായിട്ടും സംസാരിച്ചിട്ടുണ്ട്. ഇത് പുനഃപരിശോധിക്കാൻ ഇവിടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ വിശ്വാസം നാളെ ഹൗസ് ആരംഭിച്ചു കഴിഞ്ഞാൽ ഹൗസിൽ പ്രശ്നം ഉയർത്തും. അതോടൊപ്പം MP കൂടെ പോയി ബന്ധപ്പെട്ട മന്ത്രിമാരെ കാണും. ഈ വിഷയങ്ങളിൽ പരിഹാരം കാണാൻ മനുഷ്യസാധ്യമായി എല്ലാം ചെയ്യും എന്നാണ് അറിയിക്കുന്നത്.